नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हमने महादेव वर्मा और सोना हिरणी के बारे में कुछ भाग पढ़ा। यहाँ सोना के अलावा महादेव वर्मा ने कुछ जीवों को भी पालन करता था। वे ये है, बिल्ली का नाम है गोदुली, दो कुत्ते हैं हेमंत और वसंत, और एक कुत्ती फ्लोरा। ये सब जानवर पहले इस नए अतिथि को देखकर कुछ घृणा प्रकट किया, लेकिन कुछ ही दिनों में सोना सबसे സഖ്യം സ്ഥാപിത് ചെയ്യാതെ. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കുറച്ച് മൃഗങ്ങൾ ഇതിന് മുൻപ് തന്നെ മഹാദേവർമ്മയുടെ അടുത്തുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ പുതിയ അതിഥിയെ നമ്മുടെ സോനയെ കണ്ടപ്പോൾ ആർക്കും അതത്ര ഇഷ്ടമുണ്ടായില്ല എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവൾ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, നായയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കുറുമ്പുകൾ, കുസൃതികളൊക്കെ നമ്മുടെ സോനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, അതായത് ഇവൾ കുറച്ച് മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നത്. സോനയുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. അതായത് സോന ഹരിൻ ശാവക് സെ ഹരിണീമേ ബദൽ ഗയാത. അവൾ ഒരു വലിയൊരു മാനായിട്ട് അവൾ മാറി എന്നാണ് പറയുന്നത്. മുൻപൊരു മാൻകുട്ടിയായിരുന്നു, അവൾ നല്ലൊരു മാൻപേടയായിട്ട് മാറി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ആ പ്രായത്തിനനുസരിച്ച് അവൾക്ക് വന്നു എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ശരീരത്തിലും മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ശരീരത്തിലുണ്ടായിരുന്ന ഇതിൻ്റെ തോലൊക്കെ കളറിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ കാല്, അതുപോലെ തന്നെ കുളമ്പിൻ്റെ കളറ്, ഇതൊക്കെ നല്ല തിളക്കുള്ളതായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവളുടെ ശരീരത്തിലുണ്ടായത് ഹരിൻ ശാവക് സെ ഹരിണീമേ ബദൽ ഗയ ഉസ് സമയമേ, ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നമ്മൾ പറഞ്ഞു. അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല അഴകുള്ള ഒരു മാനായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ പറയുന്നുണ്ട്, അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് നമ്മൾ. അതായത് ഉസ് സമയമേ വൻ തഥാ സ്വജാതി കാ സ്മൃതി സംസ്കാർ ജാഗനെ ലഗാത്ത. അപ്പോൾ ആ മാറ്റം വന്നതോട് കൂടിയിട്ട് സോനയ്ക്ക് കാടിനെക്കുറിച്ചും സ്വന്തം വർഗത്തെക്കുറിച്ചുള്ളൊക്കെ ഓർമ്മകൾ വരികയായിരുന്നു. ആ ഒരു സംസ്കാരം, ഓർമ്മകളൊക്കെ അവളിൽ ഉണ്ടായിന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം അവൾ എന്താ പറയുക, ശൂന്യമായിട്ടുള്ള ആരുമില്ലാത്ത മൈതാനത്തിൽ പോയി അവിടെ കിടന്നുകൊണ്ട്, തലപൊക്കി പിടിച്ച് കിടന്നുകൊണ്ട് ആരുടെയോ ശബ്ദത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പ് അവൾ, അല്ലെങ്കിൽ അവിടെ ഒരു കിടപ്പ് അവൾ ആരംഭിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ആരെയോ കാത്തിരിക്കുന്നൊരവസ്ഥ അതിലേക്ക് മാറി എന്ന് പറയുന്നത്. അതായത് മുൻപൊക്കെ ഈ മറ്റുള്ള ഹോസ്റ്റലിലെ കുട്ടികളായാലും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുമായിട്ട് അവൾ വളരെ നന്നായിട്ട് മഹാദേവർമ്മയായിട്ടൊക്കെ ഒരുപാട് രസകരമായിട്ടുള്ള കളികൾ, ചാട്ടമൊക്കെ നടത്തിയിരുന്നതാണ്. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി അവൾ എന്താ പറയുന്നത്, പ്രതീക്ഷയ്ക്ക് ക്ഷൺ അധികം ഹോത്തേരെത്തേത്. അവളുടെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ, ഒരുപാട് നിമിഷം കാത്തിരിക്കാനായിട്ട് തുടങ്ങിയ ഒരു മാറ്റമാണ് നമ്മുടെ സോനയിൽ ഉണ്ടായതെന്ന് പറയുന്നത്. इसी बीच फ्लोरा ने बख्तिन की कुछ अंधेरी कोठरी के एकांत कोने में 4 बच्चों को जन्म दिया और वह खेल की संख्याओं को भूलकर अपनी नवीन सृष्टि के संरक्षण में व्यस्त हो गई. ഇതിനിടയിൽ ഇതുണ്ടായി, ഫ്ലോറ നാമ एक कुतिया थी. उसने बख्तिन की कुछ अंधेरी कोठरी के एकांत कोने में, ഭക്തിൻ്റെ കുറച്ച് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ, ഏകാന്തതയുടെ ഒരു കോണെന്നാണ് കോർണർ, ആ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് 4 ബച്ചോംക്കോ ജന്മ ദിയ, 4 കുട്ടികൾക്ക് ജന്മം കൊടുത്തു. അപ്പോൾ ഈ കുത്തിയ, അതായത് ഫ്ലോറ നാമ കുത്തിയാനെ 4 ബച്ചോംക്കോ ജന്മ ദിയ, 4 കുട്ടികൾക്ക് ജന്മം കൊടുത്തു. और वह खेल की संख्याओं को भूलकर अपनी नवीन सृष्टि के संरक्षण में व्यस्त हो गई. അപ്പോൾ ഫ്ലോറയ്ക്ക് 4 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കളിക്കൂട്ടുകാരനെയൊക്കെ മറന്നിട്ട്, ഗേൽക്ക് സംഖ്യമക്കോ ഭൂൽക്കർ, അതായത് അവളുടെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള സോന, അതുപോലെ തന്നെ ഹേമന്ത്, വസന്ത്, ഗോധൂളി, ഇവരെയൊക്കെ മറന്നിട്ട് അപ്പോൾ ഈ നവീൻ സൃഷ്ടിക്ക് സംരക്ഷണമേ വ്യസ്തു ഹോകയും, ആ പുതിയ സൃഷ്ടിയുടെ ആ 4 കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ മാത്രമായിട്ട് അവൾ വ്യസ്തു ഹോകയും, ബിസിയായി.
एक दो दिन सोना अपनी सखी को खोजती रही, फिर उसे इतने लघु जीवों से घिरा देखकर उसकी स्वाभाविक चकित दृष्टि गंभीर विस्मय से भर गई. അപ്പോൾ एक दो दिन സോന अपनी सखी को खोजती रही. 1-2 ദിവസമൊക്കെ സോന അവളുടെ കൂട്ടുകാരിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരി എന്ന് പറയുന്നത് ആരാണ്? യെ ഫ്ലോറ നാമ കുത്തിയ. അപ്പോൾ ആ കൂട്ടുകാരിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഫിർ ഉസേ ഇത്തനെ ലഘു ജീവം സെ ഘിരാ ദേക്കർ. പിന്നീടാണ് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ചെറിയ പട്ടിക്കുട്ടികളുടെ കൂടെ ലഘു ജീവം സെ ഘിരാ ദേക്കർ. അപ്പോൾ പട്ടിക്കുട്ടികളെ ചുറ്റും കണ്ടപ്പോഴാണ് സ്വാഭാവിക് ചകിത് ദൃഷ്ടി ഗംഭീർ വിസ്മയസേ ബർഗൈ. സ്വാഭാവികമായിട്ട് അവളുടെ നോട്ടം എന്ന് പറയുന്നത് ഒരു ആകെ അമ്പരന്നിട്ടുള്ള ഒരു ചകിതമായിട്ടുള്ള ദൃഷ്ടിയാണ്. അതൊന്നും കൂടി ഗംഭീരമായിട്ടുള്ള വിസ്മയത്തിൻ്റേതായിട്ടുള്ള കൗതുകത്തിൻ്റേതായിട്ടുള്ള രൂപത്തിലേക്ക് അത് മാറി. അപ്പോൾ ഈ ഫ്ലോറയുടെ കൂടെ 4 കുട്ടികളെയും കൂടി കണ്ടപ്പോൾ, ചെറിയ പട്ടിക്കുട്ടികൾ കണ്ടപ്പോൾ അവൾക്കത് വിസ്മയമായിട്ട് മാറി. एक दिन देखा फ्लोरा कहीं बाहर घूमने गई है और सोना बख्तिन की कोठरी में निश्चिंत लेटी है. एक दिन ഒരു ദിവസം എന്താ കണ്ടത്? ഫ്ലോറ കहीं ബാഹർ ഘൂമനെ ഗയി ഹെ. ഫ്ലോറ പുറത്തേക്ക് എവിടെയോ കറങ്ങാൻ പോയിരിക്കുകയാണ്. और सोना बख्तिन की कोठरी में निश्चिंत लेटी है. സോനയാണെങ്കിലോ ഭക്തിൻ്റെ റൂമിൽ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. നിശ്ചിന്ത ലേട്ടി ഹെ. ലേട്ടനെന്നാണ് കിടക്കുക. पिल्ले आंखें बंद करने के कारण चीम चीम करते हुए सोना के उदर में दूध गोज रहे थे. പില്ലെ എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടികൾ. 4 ചെറിയ പട്ടിക്കുട്ടികളാണ്. ഒരാൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പട്ടിക്കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ കണ്ണ് തുറക്കുള്ളൂ. അപ്പോൾ പില്ലെ ആങ്ക് ബന്ദ് കർണയ്ക്ക് കാരണം, അപ്പോൾ പട്ടിക്കുട്ടികളെ കണ്ണടഞ്ഞാണിരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പട്ടിക്കുട്ടികൾ ചീൻ ചീൻ കർത്തവ്യ, ചീൻ ചീൻ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സോനാക്കെ ഉദർമേ ദൂത് ഗോജ് രഹേത്തെ. സോനയുടെ കിടക്കുന്നുണ്ടായിരുന്നു. സോനയുടെ ഉദരത്തിൽ പോയിട്ട് പാൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കണ്ണ് കാണില്ല, അത് അമ്മയാണെന്ന് കരുതിയിട്ട്. സോനയാണെങ്കിൽ അവിടെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ പട്ടിക്കുട്ടികൾ അരിച്ചരിച്ച് എന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് സോനയുടെ അടുത്ത് നിന്നിട്ടാണ് പാല് അന്വേഷിച്ചിരുന്നത്. तब से सोना के नित्य कार्यक्रम में पिल्लों के बीच लेट जाना भी सम्मिलित हो गया. അപ്പോൾ സോനയുടെ നിത്യ കാര്യക്രമത്തിൽ, ഡെയിലി പ്രോഗ്രാമിൽ, അവളുടെ നിത്യ പ്രവർത്തനങ്ങളിൽ പില്ലോം കെ ബീച്ച് ലേറ്റ് ജാനാബി, ഈ പട്ടിക്കുട്ടികളുടെ ഇടയിൽ കിടക്കുക എന്ന് പറയുന്നൊരു പണിയും കൂടി സമ്മിളിത് പോകുക വന്നു ചേർന്നു. അപ്പോൾ ആദ്യമൊന്നും അറിയില്ലായിരുന്നു. കുട്ടികളെ കണ്ടപ്പോഴാണ്. പിന്നെ ഫ്ലോറാണെങ്കിൽ എവിടേക്കോ പുറത്ത് പോയിരിക്കുകയാണ്. ആ സമയത്താണ് പട്ടിക്കുട്ടികൾ കണ്ണ് കാണില്ല, അവറ്റ അരിച്ചരിച്ച് എന്ന് സോനയുടെ അടുത്ത് പാലന്വേഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കണ്ടപ്പോൾ പിറ്റേ ദിവസം തൊട്ട് തന്നെ അന്ന് മുതലേ സോനയുടെ ഡെയിലി പരിപാടിയിൽ ഈ കുട്ടികളുടെ കൂടെ കിടക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ കിടക്കുക എന്ന് പറയുന്ന ഒരു പണിയും കൂടി അവളിൽ വന്നു ചേർന്നു എന്ന് പറയുന്നത്. आश्चर्य की बात ये थी कि फ्लोरा हेमंत, बसंत या गोधूली को तो अपने बच्चों के पास फटकने भी नहीं देती थी, परंतु सोना के संरक्षण में उन्हें छोड़कर आश्वस्त भाव से इधर उधर घूमने चली जाती थी. പക്ഷേ ആശ്ചര്യ की बात ये है, ഇവിടെ അത്ഭുതം എന്ന് പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? ഫ്ലോറ എന്ത് ചെയ്യുന്നു? വസന്ത് അവർ ഹേമന്ത് അവർ ഗോധൂളിക്കോത്തോ, വസന്തിനെയോ ഹേമന്തിനെയോ ഗോധൂളിയോ അപ്പരെ ബച്ചം കെ പാസ്, ആ 4 പട്ടിക്കുട്ടികളുടെ അടുത്തേക്ക് ഫടക്കിനെ ബി നെഹിൻ ദേത്തി, അടുപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. ഫടക്കിനെ അങ്ങനെ വരുത്തുക, അതായത് അടുത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല നമ്മുടെ ഫ്ലോറ. ആരൊക്കെ? ഹേമന്തിനെയും ബസന്തിനെയും ഗോധൂളിനെയും കുട്ടികളുടെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ പരന്തു സോനാക്കെ സംരക്ഷൺ മ്യൂനെ ചോടുക്കർ, പക്ഷേ ഫ്ലോറ സോനയുടെ സംരക്ഷണത്തിലെ കുട്ടികളെ വിട്ടിട്ട് ആശ്വസ്തഭാവസേ, വളരെ ആശ്വാസത്തോടു കൂടിയിട്ട് ഇതർ ഉദർ ഭൂമിയെ ചെലി ജാത്തി, അവിടേക്ക് ഇവിടേക്കൊക്കെ നടക്കാനായിട്ട് പോകുമായിരുന്നു. കറങ്ങാൻ പോകുന്നു. പട്ടിക്കുട്ടികളെ സോനയുടെ അടുത്താക്കിയിട്ടാണ് ഫ്ലോറ പോയിരുന്നു. പക്ഷേ ഹേമന്തിനെയും വസന്തിനെയും ഗോധൂളിനെയും കുട്ടികളുടെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. അപ്പോൾ സോനയുടെ വളരെ വിശ്വാസം അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുള്ളൊരു ഉറപ്പ് ഫ്ലോറയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ആശ്വാസത്തോടെ പോയിരുന്നു എന്ന് പറയുന്നത്. സംഭവതഃ वह सोना की स्नेही और अहिंसक प्रवृत्ति से परिचित हो गई थी. സംഭവം ഒരു പക്ഷേ സോനയ്ക്ക് സ്നേഹി ഫ്ലോറയ്ക്ക് സോനയുടെ വളരെ സ്നേഹം നിറഞ്ഞ അഹിംസക് പ്രകൃതിസെ, അതായത് ആരെയും ഉപദ്രവിക്കാത്ത ആ പ്രകൃതിയിൽ ആ നേച്ചർ കണ്ടപ്പോൾ
പരിചിത് ഹോ ഗയി തീ, അതായിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. അതായത് സോനയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെ വളരെയധികം എന്താ പറയുക, ആർക്കും ഒരു ഉപദ്രവമില്ലാത്തൊരു നേച്ചറായിരുന്നു സോനയുടേത് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഫ്ലോറ ചിലപ്പോൾ സോനയുടെ സംരക്ഷണത്തിലാക്കിയിട്ട് പുറത്തേക്ക് പോയതെന്ന് പറയുന്നത്. पिल्लों के बड़े होने पर और उनकी आंखें खुल जाने पर सोना ने उन्हें भी अपने पीछे घूमने वाली सेना में सम्मिलित कर लिया और मानो इस वृद्धि के उपलक्ष्य में आनंदोत्सव मनाने के लिए अधिक देर तक मेरे सिर के आर पार चौकड़ी बरती रही. എന്താ പറയുന്നത്, പില്ലോം കെ ബഡേ ഹോനെ പർ, ഈ പട്ടിക്കുട്ടികൾ ബഡേ ഹോനെ പർ വലുതായി കഴിഞ്ഞപ്പോൾ, ഉൻക്ക് ആകെ ഗുൽ ജാനെ പർ, ഇപ്പോൾ കണ്ണും വീഴ്ന്നിട്ടുണ്ടായിരുന്നില്ല, കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഉൻക്ക് ആകെ ഗുൽ ജാനെ പർ, അപ്പോൾ കണ്ണ് വീഴ്ച കഴിഞ്ഞപ്പോൾ സോനാനെ ഉനേമ്പി, സോന ഇവരേനെയും എന്ത് ചെയ്തു, അപ്പനെ പീച്ചെ ഗൂമിനെ വാലി സേനാമേയും, അവളുടെ പിന്നാലെ ചുറ്റി നടക്കുന്ന ആ സൈന്യത്തിൽ, ആ സേനയിൽ സമ്മിളിത് കർലിയ, അവരേനെയും ചേർത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് ഗ്രൂപ്പുണ്ട്, നമ്മൾ ഹേമന്തുണ്ട്, വസന്തുണ്ട്, ഗോധൂളി, ഫ്ലോറ, അവരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ 4 കുട്ടികളെ ഇവളുടെ സൈന്യത്തിൽ ചേർത്തു, നമ്മൾ പിന്നാലെ പോകുന്നവരുടെ കൂട്ടത്തിൽ ചേർത്തു. മാനവ സ്മൃതിക്ക് ഉപലക്ഷ്യമേ ആനന്ദോത്സവം മനാനെ के लिए अधिक देर तक मेरे सिर के आर पार चौकड़ी बरती रही. ഇപ്പോൾ കുറച്ച് വർദ്ധനം, 4 പേരും കൂടി ഇവളുടെ സൈന്യത്തിൽ കൂടി, ഇവളെ പിന്നാലെ പോകുന്നവർ 4 പേരും കൂടി കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ അതിനെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അധിക ദേർ തക്, ഒരുപാട് സമയം വരെ, അതിൻ്റെ എഴുന്നതിനേക്കാളും കൂടുതൽ സമയം മേരെ സിർക്കെ ആർ പാർ, മേരെ സിർക്കെ ആസ്പാസ്, അതായത് എൻ്റെ തലയ്ക്ക് ചുറ്റും ചൗക്കടി ബർത്തിരിഹി, കുതിച്ചു ചാടുമായിരുന്നു. അപ്പോൾ 4 പേരെ കൂടി കളിക്കാൻ കൂടുതൽ കിട്ടിയപ്പോൾ ആ സന്തോഷം അവളവിടെ പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്. पर कुछ दिनों के उपरांत जब यह आनंदोत्सव पुराना पड़ गया तब उसकी शब्दहीन, संख्याहीन प्रतीक्षा की स्तब्ध घड़ियाँ फिर लौट आई. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വന്ന്, അതായത് അവൾ വലുതായി, അവളുടെ മാറ്റങ്ങൾ വന്നു, അവൾ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് ശൂന്യമായ മൈതാനത്തിൽ പോയി കാത്തിരുന്നിരുന്നൊരവസ്ഥ പറഞ്ഞിരുന്നു. വീണ്ടും ഈ ആനന്ദോത്സവമൊക്കെ, അതായത് ഈ 4 പേരെ കൂടുതൽ കിട്ടേണ്ട സന്തോഷമൊക്കെ കുച്ച് ദിനമൊക്കെ ഉപരാന്ത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്, ജബ് ഈ ആനന്ദോത്സവം പുരാന പഡ്ഗയ, ഈ ആനന്ദോത്സവമൊക്കെ പഴയതായിട്ട് മാറി. വീണ്ടും അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തമ്പുസ്കി ശബ്ദഹീൻ സംഖ്യാഹീൻ പ്രതീക്ഷ, വീണ്ടും അവളുടെ വാക്കുകളില്ലാത്ത, ആക്ഷനുകളില്ലാത്ത പ്രതീക്ഷയുടെ സ്തബ്ധമായിട്ടുള്ള, നിശ്ചലമായിട്ടുള്ള നിമിഷങ്ങൾ വീണ്ടും മടങ്ങി വന്നു. എന്തിനെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു നിമിഷത്തിലേക്ക് വീണ്ടും നമ്മുടെ സോന മടങ്ങി വരണം, പഴയ പോലെ തന്നെ ആയി എന്നാണ് പറയുന്നത്. ഉസി വർഷ ഗർമിയോമേ മേര ബദ്രീനാഥ് യാത്രക്കാ കാര്യക്രം ബന. അപ്പോൾ ആ വർഷം തന്നെ ഗർമിയോമേ, സമ്മർ വെക്കേഷനായി, ആ സമയത്ത് മേര ബദ്രീനാഥ് യാത്രക്കാ കാര്യക്രം ബന, ഞാൻ ബദ്രീനാഥിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രോഗ്രാം അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. गर्मियों में ना समर वेकेशन ले प्रायः मैं अपने पालतू जीवों के कारण प्रवास कम करती हूँ. അതായത് മിക്കവാറും പാൽത്തു ജീവം കെ കാരൻ, അതായത് വളർത്തു മൃഗങ്ങളുള്ളത് കൊണ്ട്. ആരൊക്കെയായിരുന്നു വളർത്തു മൃഗങ്ങൾ? ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഗോധൂളി, ബില്ലി, കുത്തെ, ഹേമന്തർ, വസന്ത്, ഫ്ലോറ, കുത്തിയ, അവർ സോന, ഹിരണി, ഇത്രയും പേരുണ്ടായിരുന്നു കൊണ്ട് തന്നെ, അത് വളർത്തുമൃഗങ്ങളുള്ളത് കൊണ്ട് തന്നെ പ്രവാസ് കം കർത്തിഹും, അതായത് വിദേശ യാത്രയ്ക്ക് വളരെ കുറച്ചാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം എവിടേക്കാണ് പോകാൻ തീരുമാനിച്ചത്? ബദ്രീനാഥിലേക്കാണ് യാത്ര പോകാനായിട്ട് തീരുമാനിച്ചത്. उनकी देख रेख के लिए सेवक रखने पर भी मैं उन्हें छोड़कर आश्वस्त नहीं हो पाती. അപ്പോൾ ഉൻകി ദേഖ് രേഖ് കർണേ കെ ലിയെ, അപ്പോൾ ഈ മൃഗങ്ങളെ, അതായത് വളർത്തു മൃഗങ്ങളെ, പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളാണ്, ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയും, അവരെന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് സേവക രഖ്നെ പർ ബി, അതിന് സെർവൻസ് ഉണ്ടായിരുന്നു, എന്നിട്ട് കൂടി ഉനെ ചോഡ്കർ ആശ്വസ്ത നഹി ഹോ പാത്തി, അവരെന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട് മഹാദേവർമ്മയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല, അത് ആശ്വാസം തോന്നിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്തിൻ, അനുരൂപ്, നൗക്കർ आदि तो साथ जाने वाले थे ही, पालतू जीवों में से मैंने फ्लोरा को साथ ले जाने का निश्चय किया क्योंकि वह मेरे बिना रह नहीं सकती थी. അപ്പോൾ ഇവിടെ പറയണേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്തിൻ, അതായത് മഹാദേവർമ്മയുടെ സ്വന്തം സഹചാരി എന്ന് പറയാം, അവസാനം വരെ മഹാദേവർമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി
തുല്യമായിട്ട് ഒരു സ്ഥാനം കൊടുത്തൊരു സെർവൻ്റാണ് ഭക്തിൻ എന്ന് പറയുന്നത്. അതുപോലെ അനുരൂപ് നൗക്കറാണ്. അപ്പോൾ ഭക്തിനും അനുരൂപ് തുടങ്ങിയവരൊക്കെ കൂടെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെ പാൽത്തു ജീവാമേംസെ മേനെ ഫ്ലോറ കോ സാത്ത് ലേ ജാനേക്കാന്ന് വെച്ചുക, ഈ വളർത്തു മൃഗങ്ങളിലെ ഫ്ലോറ എന്ന് പറയുന്ന ഈ പട്ടിയെ മാത്രമാണ് കൂടെ കൂട്ടാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ മഹാദേവി വർമ്മ പോകുമ്പോൾ സെർവൻസ് കൂടെയുണ്ട്. അതുകൂടാതെ പാൽത്തു ജീവ്, അതായത് വളർത്തു മൃഗങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അതിലെ ഫ്ലോറയെ മാത്രമാണ് ഉസ്കെ സാത്ത് ലേ ജാനേക്ക നിശ്ചയ കിയാ താ, കൂടെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ക്യോംകി വഹ് മേരെ ബിന രഹ് നഹി സക്തി തി, കാരണം എന്താണ്? ഫ്ലോറ മേരെ ബിന രഹ് നഹി സക്തി തി, അതായത് ഞാനില്ലാതെ ഫ്ലോറ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫ്ലോറയെ മാത്രം കൂടെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചത്. ഛാത്രാവാസ് ബന്ദ് ഥാ, अतः सोना के नित्य नैमित्तिक कार्यकलाप भी बंद हो गए थे. അപ്പോൾ ഛാത്രാവാസ് ഹോസ്റ്റല് ബന്ദ് അടച്ചു, വെക്കേഷനായി ഹോസ്റ്റലൊക്കെ അടച്ചു. അതഹ സോനയ്ക്ക് നിത്യ നൈമിത്തിക് കാര്യകലാപ്, അതുകൊണ്ട് സോനയുടെ ഡെയിലി പ്രോഗ്രാം, നൈമിത്തിക് എന്ന നിമ്നലിഖിത് മേൽപ്പറഞ്ഞ കാര്യകലാപ്, ആ പ്രവർത്തനങ്ങളും ബന്ദ് ഹോ ഗയേ थे, അതും അവസാനിച്ചു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മഹാദേവി വർമ്മയുടെ റൂമിൽ നിന്ന് പോയിട്ട് ഹോസ്റ്റലിൽ പോവും, ഹോസ്റ്റൽ റൂമിൻ്റെ ഉള്ളിൽ കയറും, പുറത്ത് കയറും, അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. മൈതാനത്തിൽ പ്രാർത്ഥനാ സമയത്ത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യക്രമങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതെയായി. മേരി ഉപസ്ഥിതി കബി അഭാവത, അതാ ഉസ്കെ ആനന്ദോല്ലാസ് കെ ലിയെ ഭി അവകാശ് കം താ. ഇപ്പോൾ കുട്ടികളായിട്ട് ഒരുപാട് സമയം കളിച്ചിരുന്നു എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളായിട്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഇവിടെ മേരി ഉപസ്ഥിതി കാബി അഭാവത, ഉപസ്ഥിതി എന്ന പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തിൻ്റെയും കുറവുണ്ടായിരുന്നു, അഭാവമുണ്ടായിരുന്നു. അതാ ഉസ്കെ ആനന്ദോല്ലാസ് കേലി, അതുകൊണ്ട് അവൾക്ക് ആനന്ദോല്ലാസത്തിന് വേണ്ടിയിട്ട് അവകാശ് കംത, സമയം കുറവായിരുന്നു. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇല്ല, പിന്നെ മഹാദേവി വർമ്മയുടെ അടുത്താണ് അവർ കുറുമ്പുകൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ അതിനും സമയമില്ലാത്ത അവസ്ഥയെ കാരണം മഹാദേവി വർമ്മയും പോവുകയാണ്. हेमंत वसंत मेरी यात्रा और तज्जनित अनुपस्थिति से परिचित हो चुके थे. ഹേമന്തും വസന്തൊക്കെ എൻ്റെ യാത്രയെക്കുറിച്ചും തജ്ജനിത്, അതിൽ നിന്നുണ്ടാകുന്ന അനുപസ്ഥിതി സേ ആബ്സെൻസ്, അതിൻ്റെ അസാന്നിധ്യത്താൽ പരിചിത് ഹോ ചുകേ थे, അവർക്ക് പരിചയം ഉണ്ടായിരുന്നു. മുൻപും ഇതുപോലെ മഹാദേവി വർമ്മ യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം മറ്റുള്ള നായകൾക്ക്, അതായത് നമ്മുടെ ഹേമന്തിനും വസന്തിനൊക്കെ ഉള്ള യാത്രയും അവളുടെ അസാന്നിധ്യമൊക്കെ പരിചയമായിട്ടുണ്ടായിരുന്നു. ഹോൾഡാൽ ബിച്ചാക്കർ ഉസ്മേ ബിസ്तर രഖ്തേ ഹി വേ ദൗഡ് കർ ഉസ് पर लेट जाते और भौंकने तथा क्रंदन की ध्वनियों के सम्मिलित स्वर में मुझे मानो उभालंब देने लगते. ഹോൾഡാൽ ബിച്ചാക്കർ, ഹോൾഡ എന്ന് പറഞ്ഞാൽ ലാർജ് ബാഗ്, ഒരു വലിയ ബാഗ്, ആ ബാഗ് വിരിച്ചിട്ട് അതിൽ ഉസ്മേ ബിസ്തർ രഖ്തേ ഹി, കിടക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യാത്ര പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവർ ബാഗിൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കൊക്കെ മടക്കി എടുത്ത് വയ്ക്കുന്ന സമയത്ത് വേ ദൗഡ് കാർ, ഹേമന്തും ബസന്തൊക്കെ ഓടിയിട്ട് ഉസ്പർലേറ്റ് ജാത്തെ, അതിൽ കയറി കിടക്കുന്നു. और ബൗങ്കിനെ തഥാ ക്രന്ദൻ കി ദുനിയോം കെ സമ്മിളിത സ്വർമേം, ബൗങ്കിനെ എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക, ബാർക്കുക. ആ ക്രന്ദൻ കി ദുനിയമേ, കരച്ചിലിൻ്റേതായിട്ടുള്ള കുരയ്ക്കുന്നതിൻ്റേതായിട്ടുള്ള ആ സ്വരത്തിൽ, അത് രണ്ടിൻ്റെയും ഇടകലർന്ന സ്വരം, ആ പോകുന്നതിൻ്റെ വിഷമം അതുപോലെ തന്നെ കുരയ്ക്കണമുണ്ട് കരച്ചിലിൻ്റേതായിട്ടുള്ള ആ സ്വരത്തിൽ, രണ്ടും കൂടിയിട്ട് ഇടകലർന്ന ആ സമ്മിളിത സ്വർമേ, ഇടകലർന്ന സ്വരത്തിൽ മുജെ മാനോ ഉപാലംബ് ദേനെ ലഗ്തേ, എന്നോട് എന്താ ഉപാലംബ് ദേനെ ലഗ്തേ, അതായത് പരാതി പറയുന്നത് പോലെ കരച്ചിലും കുറച്ചിലൊക്കെ ആയിട്ട് മറ്റുള്ള ആ ഹേമന്തും വസന്തൊക്കെ അവളുടെ അടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അവർക്കറിയാം, അതായത് കിടക്ക എടുത്ത് ബാഗിൽ വെക്കണ കണ്ടാൽ അവർക്കറിയാം യാത്ര പോകാനുള്ളത് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം അവർ കാണിക്കുകയും ചെയ്യുമായിരുന്നു. യദി ഉനെ ബാന്ദ് ന രഖാ ജാതാ തോ വേ കാർ മേ ഘുസ് കർ बैठ जाते या उसके पीछे पीछे दौड़कर स्टेशन तक जा पहुँचते. യദി ഉനെ ബാന്ദ് ന രഖാ ജാത, ഈ നായ്ക്കളേനെ, അതായത് ഹേമന്തിനെയും ബസന്തിനെയും കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബാന്ദ് ന രഖാ ജാത്താത്തോ, കെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, മേ കാർ മേ ഗുസ്കർ ബൈറ്റ് ഗയെ, അവരെന്ത് ചെയ്യും, ആ പോകുന്ന കാറിൽ കയറിയിരിക്കുമായിരുന്നു. യാ ഉസ്കെ പീച്ചെ പീച്ചെ ദൗഡ്ക സ്റ്റേഷൻ തക് ജാ പഹുഞ്ചത്തെ,
രണ്ട് നായ്ക്കളും കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവർ അതിൻ്റെ വണ്ടിയുടെ കാറിൻ്റെ പിന്നാലെ ഓടി ഓടി അവർ സ്റ്റേഷൻ തക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ജാ പഹുഞ്ചത്തെ എത്തിച്ചേരുമായിരുന്നു. परंतु जब मैं चली जाती तब वे उदास भाव से मेरे लौटने की प्रतीक्षा करने लगते. ഞങ്ങൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? വേ ഉദാസ് ഭാവസെ വളരെ വിഷമത്തോട് കൂടിയിട്ട് മേരെ ലൗട്ട്നേക്ക് പ്രതീക്ഷ കർണലക്തെ ഞാൻ മടങ്ങി വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിപ്പ് അവർ തുടരുന്ന പറയുന്നത്. അപ്പോൾ ഹേമന്തും വസന്തും ഒക്കെ അവർക്ക് മഹാദേവരുടെ യാത്രയെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയൊക്കെ അവർ കാണിക്കുമായിരുന്നു പറയുന്നത്. കെട്ടിയിട്ടില്ലെങ്കിൽ കാറിലും കയറിക്കും, കാറിൻ്റെ പിന്നാലെ ഓടും ചെയ്യുമായിരുന്നു പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം, അതായത് മടങ്ങി വരുന്നവരെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുമായിരുന്നു. सोना की सहज चेतना में मेरी यात्रा जैसी स्थिति का बोध था, नव प्रत्यावर्तन का. इसी से उनकी निराश जिज्ञासा या विस्मय का अनुमान मेरे लिए सहज था. ഇനി സോനയുടെ സഹജ് ചേതനാമേ അവളുടെ സാധാരണ ജീവിതത്തിൽ മേരി യാത്ര ജേസി സ്ഥിതിക്ക ബോധ എൻ്റെ യാത്ര തുടങ്ങിയ കാര്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു. നവപ്രത്യാവർത്തനക്ക അതായത് പുതിയൊരു ആവർത്തനത്തിൻ്റേതായിട്ടുള്ള, അതായത് അവളുടെ സാധാരണ ജീവിതത്തിലെ ആ യാത്രയെക്കുറിച്ചുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നു. ഈ സീസെ ഉസ്കി നിരാശ് ജിജ്ഞാസ और विस्मय का अनुमान मेरे लिए सहज था. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ നിരാശ, അതുപോലെ തന്നെ ആകാംക്ഷ, വിസ്മയം, ഇതെല്ലാം മേരെ ലിയെ സഹജത എനിക്ക് സാധാരണ തോന്നുന്ന അനുഭവം തന്നെയായിരുന്നു. पैदल जाने आने के निश्चय के कारण बद्रीनाथ की यात्रा में ग्रीष्मावकाश समाप्त हो गया. पैदल जाने आने के निश्चय के कारण, पैदल എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട്, പൈർസെ കാൽനടയായിട്ട് പോകാനും വരാനും തീരുമാനിച്ചതുകൊണ്ട് ബദ്രീനാഥ് की यात्रा में ബദ്രീനാഥിലെ യാത്രയിൽ തന്നെ ഗ്രീഷ്മാവകാശം സമാപ്ത हो गया. ഗ്രീഷ്മാവകാശം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ, ആ ഒഴിവ് സമയമൊക്കെ, അതായത് സമ്മർ വെക്കേഷനൊക്കെ സമാപ്ത हो गया, അവസാനിച്ചു എന്ന് പറയുന്നത്. 2 जुलाई को लौटकर जब मैं बंगले के द्वार पर आ गड़ी हुई तब बिछड़े हुए पालतू जीवों में कोलाहल होने लगा. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനാൽ നടന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നടന്നിട്ടായിരുന്നു ബദ്രീനാഥിലേക്ക്. അതുകൊണ്ട് ജൂലൈ 2-ാം തീയതി ലൗട്ട്കർ ജമ്മെ 2-ാം തീയതി മടങ്ങിയിട്ട് ജമ്മെ ബംഗ്ലയ്ക്ക് ദ്വാർ पर आ गड़ी हुई, മഹാദേവ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ വന്നപ്പോൾ തബ് ബിച്ചുടേ ഹുയെ പാൽത്തു ജീവോമേ കോലാഹൽ ഹോനേലക. അപ്പോൾ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മൃഗങ്ങളെല്ലാവരും കൂടിയിട്ട്, വളർത്തുമൃഗങ്ങളെല്ലാം കൂടിയിട്ട് ബിച്ചുടേ ഹുയെ പാൽത്തു ജീവോമേ, അതായത് എന്താ പറയുക, വേർപിരിയലിൻ്റേതായിട്ടുള്ള, വിരഹത്തിൻ്റേതായിട്ടുള്ള, വിരഹം അനുഭവിച്ച ആ വളർത്തു മൃഗങ്ങൾ, പാൽത്തു ജീവ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് അനിമൽസ്, അവരെ കോലാഹൽ ഹോനേലക, അവരാകെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അത് മഹാദേവർമ്മ മടങ്ങി വന്നു എന്ന് മനസ്സിലായപ്പോൾ അവർ കിടന്ന് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി. ഗോധൂളി കൂതുക്കർ കന്തേപ്പറാബൈട്ടി, മഹാദേവർമ്മ മടങ്ങി വന്നതും നമ്മുടെ ഗോധൂളി ആരാണ്? ബില്ലിയാണ്. പൂച്ച ഓടി വന്ന് ചാടിയിട്ട് എന്ത് ചെയ്തു? കന്തേപ്പറാബൈട്ടി, ഷോൾഡറിൽ കയറിയിരുന്നു. हेमंत वसंत मेरे चारों ओर परिक्रमा करके हर्ष की धुनियों में मेरा स्वागत करने लगा. ഹേമന്തും വസന്തൊക്കെ മേരെ ചാരം ഓർ പരിക്രമ കർക്കെ, എൻ്റെ ചുറ്റും എന്ത് ചെയ്തു എന്ന് പറയുന്നത്? ചുറ്റി നടന്നിട്ട്, പരിക്രമ കർക്കെ പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറയും. പ്രദക്ഷിണം വെച്ചിട്ട് ഹർഷിക്ക് ദുനിയോമേ, സന്തോഷത്തിൻ്റെ സ്വരത്തിൽ മേരാ സ്വാഗത കർണയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം മഹാദേവർമ്മ വീടിൻ്റെ പടിക്കൽ വന്നു നിന്നതും ഗോധൂളി കൂതുക്കർ കന്തേപ്പർ ആബൈട്ടി, ഷോൾഡറിൽ കയറിയിരുന്നു. ഹേമന്തും വസന്ത് എന്ത് ചെയ്തു എന്ന് പറയുന്നത്? മഹാദേവർമ്മയ്ക്ക് ചാരോ ഓർ പരിക്രമ കർക്കെ ഹർഷിക്ക് ദുനിയോമേ മേരാ സ്വാഗത കർത്തേ രഹേ. पर मेरी दृष्टि सोना की गोचने लगी. എന്നുവെച്ചാൽ ഇവരൊക്കെ വന്നു, അതായത് ഹേമന്തും വസന്തും വന്നു, ഗോധൂളി വന്നു, പക്ഷേ സോനയെ മാത്രം അവിടെ കാണാനില്ല. पर मेरी दृष्टि सोना को गोचने लगी. അതുകൊണ്ട് എൻ്റെ നോട്ടം ആരിലേക്കായി? സോനയെ അന്വേഷിച്ചുള്ള നോട്ടാണ്. സോനക്കോ गोचने लगी, സോനയെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. क्यों वह अपना उल्लास व्यक्त करने के लिए मेरे सिर के ऊपर से छलांग नहीं लगाती. മഹാദേവൻ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അവളെ സന്തോഷം വ്യക്തമാക്കാനായിട്ട് മേരെ സിർക്കെ ഊപ്പർസെ, എൻ്റെ തലയുടെ മുകളിൽ കൂടി ചലാങ്ക് നഹി ലഗാത്തി, എന്തുകൊണ്ട് കുതിച്ച് ചാടുന്നില്ല? അവളെ കാണാനില്ല. സോന കഹാം ഹേ പൂച്ചനെ പർ മാലി ആങ്കേം പോഞ്ചനെ ലഗ.
മഹാദേവർമ്മ ചോദിച്ചു സോന കഹാം ഹേ, നമ്മുടെ സോന എന്ന് പറയുന്നത് ആരാണ്? ഹിരണി. അപ്പോൾ ഈ മാൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. പൂച്ചിനെപ്പുറം മാലി ആങ്കേം പോഞ്ചിനെ ലഗ. സോന എവിടെയെന്ന് ചോദിച്ചപ്പോൾ മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ, മാലി തോട്ടക്കാരൻ, ഗാർഡനർ. അപ്പോൾ തോട്ടക്കാരൻ എന്ത് ചെയ്തു? ആങ്കേം പോഞ്ചിനെ ലഗ, കണ്ണൊപ്പാൻ തുടങ്ങി. പോഞ്ചിന എന്ന് പറഞ്ഞാൽ ഉപ്പ്. അവർ ചപ്രാസി ചൗക്കിദാർ ഏക് ദൂസരെ കാ മുഖ് ദേഖ്നെ ലഗെ. ചപ്രാസി എന്ന് പറഞ്ഞാൽ പിയൂണ്, അതായത് അവിടുത്തെ തൊഴിലാളി. അതുപോലെ ചൗക്കിദാർ വാച്ച്മാൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഏക് ദൂസരെ കാ മുഖ് ദേഖ്നെ ലഗെ. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. वे लोग आने के साथ ही मुझे कोई दुखद समाचार नहीं देना चाहते थे, परंतु माली की भावुकता ने बिना बोले ही उसे दे डाला. അപ്പോൾ ഈ മാലിയായാലും ചപ്രാസിയായാലും ചൗക്കിദാർ ഇവരെല്ലാവരും മഹാദേവർമ്മയ്ക്ക് ആനയ്ക്ക് സാധ്വി, അത് മഹാദേവർമ്മ വന്ന് കയറിയിട്ടുള്ളൂ. അതിനോടൊപ്പം തന്നെ മുझे कोई ദുഃഖ സമാചാർ നഹി ദേനാ ചാഹത്തെ തെ, ആ ദുഃഖകരമായിട്ടുള്ള ആ വാർത്ത അറിയിക്കാനായിട്ട് അവരാഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സോനയെക്കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവസാനം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. പരന്തു മാലിക്ക് ഭാവുകതാനെ ബിന പോലെ ഹി ഉസേ ദേ ഡാല. പക്ഷേ തോട്ടക്കാരൻ്റെ ആ ഭാവം കണ്ടപ്പോൾ തന്നെ പറയാതെ തന്നെ കാര്യങ്ങൾ മഹാദേവർമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താ പറയുന്നത്? ഖ്യാത് ഹുവാ ഖി छात्रावास के सन्नाटे और फ्लोरा के तथा मेरे अभाव के कारण सोना इतनी अस्थिर हो गई थी कि इधर उधर कुछ गोजती सी वह प्रायः कांपൗണ്ട് से बाहर निकल जाती थी. ജ്ഞാത് ഹുവ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എന്താണ് മനസ്സിലായത് മഹാദേവർമ്മയ്ക്ക്? എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്? ഛാത്രാവാസ് കെ സന്നാട്ടെ, അതായത് ഹോസ്റ്റലിൽ അടച്ചു എന്ന് പറഞ്ഞാൽ ഛാത്രാവാസ് ബന്ദ് ഹുയി അല്ലേ, ഹോസ്റ്റലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സന്നാട്ടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിശബ്ദത. അവർ ഫ്ലോറാക്കിയ തഥാ മേരെ അഭാവക്കേക്കാരൻ, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഫ്ലോറ എന്ന് പറയുന്ന പട്ടി. അതുപോലെ മേരെ അഭാവക്കേക്കാരൻ, എൻ്റെ അഭാവവും കാരണം, എൻ്റെ അസാന്നിധ്യവും കാരണം സോന ഇത്തിനി അസ്ഥിർ ഹോ ഗയി തി. സോന എന്താ പറയുക, ആകെ മനം മടുത്തൊരവസ്ഥയിലായിട്ടായിരുന്നു. അസ്ഥിർ ഹോ ഗയി തി, നമുക്കാകെ മനം മടുത്ത പോലെ തോന്നിയിരുന്നു. कि इधर उधर कुछ गोजती सी वह प्रायः കാമ്പൗണ്ട് സേ ബാഹർ നികൽ ജാതി തി. അതുകൊണ്ട് തന്നെ അവൾക്ക് കളിക്കാനായിട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് പറയുന്നത് ഫ്ലോറ ഉണ്ടായിരുന്നു, അതിൽ മഹാദേവർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ കുട്ടികളില്ല, എല്ലാം നിശബ്ദതയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ സോന അവിടെ ഇവിടെയൊക്കെ കുച്ച് ഗോജ്തി സി, എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത് പോലെ പ്രായः മിക്കവാറും കോമ്പൗണ്ട് സേ ബാഹർ നികൽ ജാതി തി, ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകുമായിരുന്നു. ഇത്തിനി ബടി ഹിർണിക്കോ പാലിനെ വാലേ തോ കംതെ. ഇത്രയും വലിയ മാനിനെ വളർത്തുന്നവരെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു പേടമാൻ അല്ലെങ്കിൽ ഒരു പെൺമാനിനെ വളർത്തുന്നവർ വളരെ കുറച്ച് പേരാണ്. പക്ഷേ അവർ കൂടുതൽ ആളുകൾ എന്താ ആഗ്രഹിച്ചിരുന്നത്? പരന്തു ഉസ്സേ ഖാദ്യ ഓർ സ്വാദ് പ്രാപ്ത് കർണേക്ക് ഇച്ഛുക വ്യക്തിയോം കാ ബാഹുല്യത. അപ്പോൾ അതുപോലെയുള്ള മാനെ വളർത്തുന്ന ആളുകൾ കുറവാണല്ലോ, പക്ഷേ അതിനെ ഖാദ്യ ഓർ സ്വാദ് ഭക്ഷണ പദാർത്ഥമാക്കാനും അതിൻ്റെ സ്വാദ് അറിയാനും ആഗ്രഹിക്കുന്ന വ്യക്തിയും കാ ബാഹുല്യത. അപ്പോൾ അതിനെ കറി വെച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത്. അതിനെ വളർത്താനുള്ള ആളുകൾ കുറച്ചുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട്, അതിനെ തിന്നാനായിട്ട്, കൊന്ന് കറി വെച്ച് തിന്നാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറേ പേരുണ്ടായിരുന്നു. इसी आशंका से माली ने उसे मैदान में एक लंबी रस्सी से बांधना आरंभ कर दिया था. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആശങ്കയാലാണ് തോട്ടക്കാരൻ സോനാക്കോ മൈതാൻ മേക്ക് ലംബി രസ്സി മേ ബാന്ധന ആരംഭ കർ ദിയ. ലംബി രസ്സി എന്ന് പറഞ്ഞാൽ നീളമുള്ള കയറ്, രസ്സി എന്ന് പറഞ്ഞാൽ കയറ്. അപ്പോൾ തോട്ടക്കാരൻ എന്ത് ചെയ്തു? ആ മൈതാനത്തിൽ ഒരു നീളമുള്ള കയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സോനയെ കെട്ടിയിടാനായിട്ട് ആരംഭിച്ചു. അയാൾ നല്ലതാണ് വിചാരിച്ച കാരണം ആരെങ്കിലും എന്നെ കൊന്നാലോ എന്നുള്ള പേടി കൊണ്ടാണ് തോട്ടക്കാരൻ അങ്ങനെ ചെയ്തത്. एक दिन न जाने किस स्तब्धता की स्थिति में बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुख के बल धरती पर आ गिरी. एक दिन न जाने എങ്ങനെയെന്നറിയില്ല, ഒരു ദിവസം കി സ്തബ്ധത കി സ്ഥിതിമേ, എന്ത് നിശ്ചലത അല്ലെങ്കിൽ നിശ്ചലമായ അവസ്ഥയിലാണെന്നറിയില്ല, അല്ലെങ്കിൽ എന്ത് ബോധമില്ലാത്ത അവസ്ഥയിലാണെന്നറിയില്ല. ബന്ധൻ കി സീമ ഭൂൽക്കർ, ഈ एक लंबी रस्सी से बांध दिया था എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ये भूलकर,
ബന്ധൻ കി സീമ ഭൂൽക്കർ, ആ കെട്ടിയിട്ടതിൻ്റെ ആ പരിധിയെ മറന്നിട്ട്, ചാടാൻ പറ്റില്ല എന്നുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഭൂൽക്കർ അത് മറന്നിട്ട് ഊഞ്ചായി തക് ഉച്ചലി, അവൾ വളരെ ഉയരത്തിലേക്ക് എടുത്തു ചാടി, കുതിച്ചു ചാടി. അവർ രസിക്ക് കാരൻ മുഖ്യ ബൽ ധർത്തി പറാഗിരി, കയറുകൊണ്ട് രസീസെ ബാന്ധനയ്ക്ക് കാരൻ, ഈ കയറുകൊണ്ട് കെട്ടിയിട്ടതുകൊണ്ട് സോന മുഖ്യ ബൽ, മുഖമടിച്ചിട്ട് എന്ത് ചെയ്തു, ധർത്തി പർ ആഗിരി, നിലത്ത് വന്ന് വീണു. അപ്പോൾ തോട്ടക്കാരൻ നല്ലത് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഏതോ ഒരവസ്ഥയിൽ ഇതെല്ലാം മറന്നുകൊണ്ട് സോന എടുത്ത് ചാടിയതും കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉയരത്തേക്ക് പറ്റില്ല, അങ്ങനെ താഴെ വന്ന് മുഖം കുത്തി വീഴാണ് ചെയ്യുന്നത്. വഹി ഉസ്കി അന്തിം സാസ് ആർ അന്തിം ഉശാൽത്തി, അത് അവളുടെ ഏറ്റവും അവസാനത്തെ ശ്വാസമായിരുന്നു, അവളുടെ അവസാനത്തെ ചാട്ടമായിരുന്നു. അപ്പം അങ്ങനെയാണ് സോനയ്ക്ക് സംഭവിച്ചതെന്ന് പറയുന്നത്. വേറാരും വിചാരിച്ചില്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല, പക്ഷേ അവളുടെ മരണം അങ്ങനെയാണ് നടന്നത്. സബ് ഉസ് സുൻഹലെ രേഷ്മിക്ക് गठरी के शरीर को गंगा में प्रवाहित कराए और इस प्रकार किसी निर्जन वन में जन्मी और जन संकुलता में फली सोना की करुण कथा का अंत हुआ. അപ്പോൾ ഇവിടെ പറയണേ, സുൻഹലെ രശ്മിക്ക് ഗട്ടരിക്ക് ശരീർക്കോ, അവളുടെ സ്വർണ്ണ നിറത്തിലുള്ള പട്ടുപോലെയുള്ള ആ ശരീരത്തെ എന്ത് ചെയ്തു പറഞ്ഞത്, ഗംഗയിൽ ഒഴുക്കി എന്ന് പറയുന്നത്. और इस प्रकार किसी നിർജ്ജൻ വന്മേ ജന്മി, ഇപ്പോൾ ഇതുപോലെ ഏതോ ഒരു നിർജ്ജനമായിട്ടുള്ള ജനവാസമില്ലാത്ത ഒരു കാട്ടിൽ ജനിക്കുകയും, ജന്മി എന്ന് പറഞ്ഞാൽ ജന്മം എന്നുള്ള അർത്ഥം, അവർ ജനസങ്കുലതാമേ പലി, ആളുകളുടെ ഇടയിൽ, ലോകം കെ ബീച്ച്, ജനസങ്കുലത എന്ന് പറഞ്ഞാൽ ജനസമൂഹത്തിൽ, ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ പലി വളരുകയും ചെയ്ത സോനയുടെ കരുണ നിറഞ്ഞ കഥ അവിടെ അവസാനിച്ചു. സബ് സുൻകർ മേനെ നിശ്ചയ കിയാ താ കി ഹിരൺ നഹി പാലൂങ്കി, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേനെ നിശ്ചയിക്കുക, അപ്പോൾ സോനയുടെ ആ സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവർമ്മ തീരുമാനിച്ചു, ഹിരൺ നഹി പാലൂങ്കി, ഇനി മാനിനെ വളർത്തില്ല. പർ സംयोग से फिर हिरण ही पालना पड़ रहा है, പക്ഷേ സംയോഗവശാൽ, വിത്ത് കണക്ഷൻ, എന്താ പറയുക, സംയോഗവശാൽ വീണ്ടും ഹിരൺ ഹി പാലന പഡ്രഹാഹെ, വീണ്ടും മാനിനെ വളർത്തേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സുസ്മിത ബസു അവിടെ ലെറ്റർ എഴുതിയപ്പോൾ അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ആ തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം സോനയെ വളർത്തിയതോടുകൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു മാനിനെ വളർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അവൾക്കത് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതാണ് നമ്മൾ സോന ഹിരണി എന്ന് പറയുന്ന രേഖാചിത്രത്തിൽ അതാണ് പറയുന്നത്. രേഖാചിത്രം എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളാണ്, ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതുന്ന കാര്യങ്ങളാണ്. സോനയെക്കുറിച്ചുള്ള കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.